യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ അത്യുന്നതമായ ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ കൃപയുടെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിച്ച്, ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളും അരുളപ്പാടുകളും വെളിപാടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ച് വലിയ ആഗ്രഹത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ, ദാസർക്കേകണമേ, ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുമ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനു നന്ദി. 2 മാസം മുൻപേ എൻ്റെ പെടലിക്ക് ഒരു മുഴയുണ്ടായി. ആ മുഴ ഞാൻ ചെത്തുപ്പുഴ ഹോസ്പിറ്റലിൽ ചെന്ന് എമർജൻസിയായി ഓപ്പറേഷൻ നടത്തി. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വീണ്ടും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്ന്. ഞാൻ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെത്തുപ്പുഴ നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ ആ ധ്യാനം കൂടി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ മുറിവ് വളരെ കരിഞ്ഞു, പെട്ടെന്ന് കരിഞ്ഞു എന്ന് പറഞ്ഞു. അന്ന് ആ ധ്യാനത്തിൽ മുഴുവനും ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഇനിയും ഈ മുഴ ഉണ്ടാകല്ലേ എന്ന്. കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും ഈ ധ്യാനത്തിനു മുമ്പേ 6-ാം തീയതി വീണ്ടും എൻ്റെ ബെഡലിക്ക് വീണ്ടും മുഴ ആരംഭിച്ചു. അപ്പോൾ ഞാൻ ഭീതമായ ഭാരപ്പെട്ട നമ്മുടെ ഈ ധ്യാന അച്ഛനുൾപ്പെടെ വന്ന ഈ ട്രൂപ്പിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എത്ര വേദന ഉണ്ടായാലും ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഓപ്പറേഷത്തിന് പോവുകയുള്ളൂ. ഡോക്ടർ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, തിങ്കളാഴ്ച ഇനി വരണം, ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. ഈ മുഴ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. തിങ്കളാഴ്ച ഓപ്പറേഷൻ വരാൻ പറഞ്ഞു. പക്ഷെ അന്നേരം പറഞ്ഞു, ഇല്ല, ടീമിന് ഭക്ഷണം കൊടുക്കണ്ടേ, ഉച്ചമുതലുള്ള ചേട്ടനാണ്, അതുകൊണ്ട് ടീമിന് ഭക്ഷണം കൊടുത്തിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടോ അതിനുശേഷം ഞാൻ എല്ലാ സമയങ്ങളിലും രോഗശാന്തി ശുശ്രൂഷ സമയത്തിലും ആരാധന സമയത്തിലും ഈ പന്തലിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്നു കൊണ്ടും ഞാൻ അത് കാണും, അത് ഉൾക്കൊള്ളുമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച 10 മണിക്ക് പന്തലിന്റെ വലത്തെ തിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും ശരീരത്തിന് വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ ആ ഭാഗത്തേക്ക് വയ്ക്കുക, എല്ലാ ശരീരം മുഴുവനും വേദനയാണെങ്കിൽ ഉച്ചിയിൽ കൈവയ്ക്ക് പ്രാർത്ഥിക്കുക. അച്ഛൻ അഭിഷേകാഗ്നി നടത്തിയപ്പോൾ എനിക്ക് മറ്റൊന്നും സംഭവിച്ചില്ല ആ അവസരത്തില്. പക്ഷെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ആ ഭക്ഷണശാലയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വേപ്പലാതി ഉണ്ടായി. ഞാൻ അവിടെ കിടന്നു, ഒന്ന് മയങ്ങി. അപ്പോൾ ആരോ വന്ന് എന്നെ വിളിച്ചു. ഞാൻ ഞെട്ടി ഉണർന്നു. ആ എഴുന്നേറ്റ ഉടൻ എൻ്റെ വേദന മാറി.
എൻ്റെ ആ മുഴ ശൂന്യമായി അവിടെ നിന്നും. എനിക്ക് ആ മുഴ ഇപ്പോൾ ഇല്ല, വേദനയില്ല. കർത്താവ് എന്നെ തൊട്ടു. കർത്താവിന്റെ ആ സംരക്ഷണം എന്നിൽ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് മുഴ കഴുത്തിന് പുറകിൽ ഉണ്ടായിരുന്നതാണ്. പ്രാർത്ഥനയുടെ സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ മുഴയിൽ തൊട്ടങ്ങ് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പോയി ആ സമയത്ത് മുഴ തൊട്ട് പ്രാർത്ഥിച്ചെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം കണ്ടില്ല. ഇവിടുന്ന് പോയി ആ പള്ളിമുറിയുടെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ കുഴഞ്ഞ് അവിടെ കടന്ന് കുറേ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും അതിനുശേഷം എഴുന്നേറ്റപ്പോൾ വേദന അപ്രത്യക്ഷമായി. പിന്നെ വേദനയില്ല, മുഴയുണ്ട്, വേദനയില്ല. പിറ്റേ ദിവസം നേരം എടുത്ത്, ഇന്നലെ രാവിലെ നേരം എടുത്ത് എഴുന്നേറ്റപ്പോൾ മുഴ ചുങ്ങി ചുങ്ങി വന്നു. ഇന്ന് നേരം എടുത്ത് എഴുന്നേറ്റപ്പോൾ കംപ്ലീറ്റ് മുഴയും അപ്രത്യക്ഷമായി. ഒട്ടും മുഴയില്ലാത്ത പെടലിയുമായിട്ട് നിൽക്കുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ജീവിക്കുന്നു, ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം, ഈ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ ആത്മാവിന്റെ ശക്തി രോഗത്തിലേക്ക് വ്യാപരിക്കും. ആത്മാവിന്റെ ശക്തി ദുഃഖത്തിലേക്ക് വ്യാപരിക്കും. ആത്മാവിന്റെ ശക്തി കുടുംബത്തിന്റെ തകർച്ചകളിലേക്ക് വ്യാപരിക്കും. കലഹ അരൂപികളെയും എല്ലാ വഴക്കിന്റെയും ഭിന്നതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ അരൂപികളെയും ഈ ആത്മാവ് തകർത്ത് കളയും. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി കൂട്ടായ്മയോട് ചേർന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ, 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 ഈ കൂട്ടായ്മയിലേക്ക് അത്ഭുത ശക്തിയോടെ ഇപ്പോൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഹോളി സ്പിരിറ്റ്, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ, ദാസർക്കേകണമേ, ദാസർക്കേകണമേ. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. ഇതാ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ശരീരത്തിലുള്ള രോഗത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്ന സമയമാണിത്. രോഗികളായ ഓരോരുത്തരും രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെക്കുക. ബാക്കി എല്ലാവരും നെഞ്ചോട് ചേർത്ത് കൈകൾ വെച്ച് വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, രോഗത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയത്തിന്റെ ദുഃഖത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ. പരിശുദ്ധാത്മാവേ, നിരാശയുടെ കെട്ടുകൾ അഴിക്കണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ സങ്കടങ്ങളിലേക്കും വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തി തരണമേ. തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വീണ്ടും ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആത്മീയ കൃപകൾ വീണ്ടും ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കാൻ ഇടവരുത്തണമേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കൂദാശ ജീവിതം, തിരുസഭയുള്ള ബന്ധം, ആത്മീയ ജീവിതം, ദൈവത്തോടുള്ള അടുപ്പം, ഇതെല്ലാം പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. എല്ലാവരും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഹൃദയങ്ങളിലേക്ക് നിറയണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ആവർത്തിച്ച് ഒരുമിച്ച് പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ.
ദാസർ കേകണമേ ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേകണമേ ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേകണമേ ദാസർ കേകണമേ ദാസർ കേകണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന അടിസ്ഥാന വചനമാണ് ജോബിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 8-ഉം 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ. ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കഴിഞ്ഞുപോയ തലമുറകളോട് ആരായുക, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക. ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഭൂമിയിലെ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. അവർ നിന്നെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, കഴിഞ്ഞുപോയ തലമുറകളോട് ആരായുക, പിതാക്കന്മാരോട് ചോദിക്കുക, അവർ നിന്നെ പഠിപ്പിക്കും. ഇത് ദൈവത്തിന്റെ ആത്മാവ് എല്ലാ തലമുറയിലുമുള്ള ദൈവമക്കളോട് ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഹല്ലേലൂയ. ഇന്ന് നാം പിതാക്കന്മാരുടെ, പൂർവ പിതാക്കന്മാരുടെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. അനേകം വ്യക്തികള് അവരുടെ ജീവിതത്തിൽ ദുഃഖം പങ്കുവെച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. അവർ പറയുകയാണ്, നന്നായി പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് ഇരിക്കുമ്പോഴാണ് എല്ലാം പെട്ടെന്ന് തവിടുപൊടിയായി പോണത്. ഒരു ധ്യാനം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഭയങ്കരമായ പ്രശ്നങ്ങള്. ആ ധ്യാനത്തിൽ കിട്ടിയ എല്ലാ അഭിഷേകങ്ങളും അപ്പൊ തവിടുപൊടിയായി. പല ആളുകളുടെ വിഷമം ഇതാണ്. പള്ളിയിൽ പോയി ശരിക്കും കുമ്പസാരിച്ച് കുർബാനയെല്ലാം സ്വീകരിച്ച് ശരിക്കും പ്രാർത്ഥിച്ച് ഇനി ഞാൻ കർത്താവിൻ്റെത് മാത്രം എന്ന് ചിന്തിച്ച് നല്ല അഭിഷേകത്തിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എല്ലാം തവിടുപൊടിയാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകെട്ടുകൾ വരും, എന്തെങ്കിലും സാഹചര്യങ്ങൾ വരും, അതിൽപ്പെട്ട എല്ലാം തട്ടിമാറിപ്പോകും. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ദൈവവചനം വെച്ച് ചിന്തിക്കുമ്പോൾ, പിതാക്കന്മാരുടെ ജീവിതത്തെ വെച്ച് പഠിക്കുമ്പോൾ ഒരു ആത്മീയ സത്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ വെച്ച് എന്തുകൊണ്ടാണ് നന്നായി പ്രാർത്ഥിക്കുമ്പോൾ, നല്ല കൃപയുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ല ധ്യാനങ്ങളൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ, ദൈവകൃപ കൊണ്ട് നിറഞ്ഞു കഴിയുന്ന സമയത്ത് വലിയ തരത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായം മുതലാണ് ഇന്ന് നമ്മൾ പഠനത്തിന് എടുക്കുന്നത്. അവിടെയാണ് പിതാക്കന്മാരെ കുറിച്ച് നല്ല സവിസ്തര പ്രതിപാദ്യം നമുക്ക് ലഭിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44-ാമത്തെ അധ്യായത്തിൽ 1-ഉം 2-ഉം തിരുലിഖിതങ്ങൾ. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ പിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദി മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോ തലമുറ ക്രമത്തിൽ പിതാക്കന്മാരെ എടുത്ത് പഠിക്കുന്നത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ആദ്യം നമ്മൾ എടുക്കുന്നത് നോഹ എന്ന പൂർവ്വ പിതാവിനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ നോഹയുടെ പ്രത്യേകത? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, നോഹ തികഞ്ഞ നീതിമാനായിരുന്നു, വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അവന്റെ കാലഘട്ടത്തിൽ ദൈവം ഈ നോഹയ്ക്ക് ഒരു പ്രത്യേക കൃപ കണ്ടു കൊടുത്തു. ദൈവഭക്തിയുടെ കൃപ. ദൈവത്തോട്
നല്ല വിശ്വസ്തത പുലർത്തി ദൈവത്തിന്റെ തിരുമുമ്പിൽ കറക്റ്റായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപ, നീതിമാനായി ജീവിക്കാനുള്ള ഒരു കൃപ നോഹയുടെ മേൽ വർദ്ധിച്ചു 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 വന്നു. നോഹ നീതിമാന്റെ ആ ഒരു റൈറ്റ്യസ്നെസ്, ആ ഒരു നീതിയുടെയും ആ വിശുദ്ധിയുടെയും ദൈവഭക്തിയുടെയും അനുഗ്രഹത്തിന്റെയും കൃപ കൊണ്ട് നിറഞ്ഞു നിറഞ്ഞു വന്നപ്പോൾ നോഹയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന അന്തരീക്ഷം എന്തായിരുന്നു? നോഹയുടെ ബന്ധുമിത്രാദികളുടെ സ്ഥിതി എന്തായിരുന്നു? നോഹയുടെ ആ കാലഘട്ടത്തിൽ ആ പട്ടണത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ സ്ഥിതി എന്തായിരുന്നു? ബൈബിൾ പഠിപ്പിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 11ഉം 12ഉം തിരുലിഖിതങ്ങൾ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാവരും ദുർമാർഗികളായി മാറി. ഇതാണ് ആ കാലഘട്ടത്തിലെ സ്ഥിതി. ഇവിടെ ഒരു ദൈവ പൈതൽ കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചു വരുമ്പോൾ ചുറ്റും അന്ധകാര കട്ട പിടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ആ ചുറ്റുമുള്ള ആ അധർമ്മികളിൽ നിന്ന് ഈ നീതിമാൻ എത്രമാത്രം സഹിച്ചിരിക്കണം. അവരുടെ എല്ലാ വെറിക്കൂത്തുകളും കണ്ടും കേട്ടും ആ നീതിമാൻ അവരുടെ മധ്യത്തിൽ ജീവിച്ചു. ദൈവഭയമുള്ള മനസ്സിനെ അതൊരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ലോത്ത് വിശുദ്ധിക്ക് മേൽ വിശുദ്ധി പ്രാപിച്ചപ്പോൾ ലോത്തിന് ചുറ്റും ഭയങ്കരമായ തരത്തിലുള്ള എതിരൂപി ശക്തി പ്രാപിച്ചു. ഇനി നമ്മൾ അടുത്തതായി പരിഗണിക്കുന്നത് അബ്രാഹത്തെയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, അനേക ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നു അബ്രാഹം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അബ്രാഹം വളരെ ഉയർന്നു നിൽക്കുന്ന ദൈവകൃപയുടെ ഒരു വലിയ തേജോ രൂപമാണ് അബ്രാഹം. എല്ലാ കാലത്തും എല്ലാ ജനതകളും ആദരപൂർവ്വം നോക്കുന്ന വലിയ മഹത്വത്തിന്റെ ഒരു മനുഷ്യനാണ് അബ്രാഹം. എന്നാൽ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഈ കൃപയ്ക്ക് മേൽ കൃപ ദൈവം അബ്രാഹത്തിന് കൊടുത്തപ്പോൾ ആ ജീവിതത്തിന്റെ ആ ഓരോ ദിവസവും കഴിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്ക്. ബൈബിളിൽ റോമാലേഖനത്തിൽ 4-ാം അധ്യായം 18 തൊട്ട് 20 വരെ തിരുലിഖിതങ്ങളിൽ ഒരു രംഗം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അനേകം ജനതകളുടെ പിതാവാകും താനെന്ന് പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. അവനെ വിശ്വാസത്തിന്റെ വീരനായി ദൈവം വിളിച്ചപ്പോൾ, അവന് വിശ്വാസത്തിന്റെ കൃപ ദൈവം കൊടുത്തപ്പോൾ, അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ കൂരാക്കൂരിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്ലിപ്തതയില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇതെന്തായിരിക്കും സ്ഥിതി? ദൈവം പറയുന്നു, നിന്റെ പിൻതലമുറ നക്ഷത്രജാലങ്ങൾ പോലെ ആയിരിക്കും, കടൽ തീരത്തെ സംഖ്യാതീതമായ മണൽത്തരി പോലെ ആയിരിക്കും, പൂഴി പോലെ ആയിരിക്കും. ഇങ്ങനെല്ലാം ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം കൊടുക്കുമ്പോഴും അവന്റെ ശരീരം വയസ്സ് കയറി കയറി 50-ആയി, 60-ആയി, 70-ആയി, 80-ആയി, 90-ആയി, 100-ആയി. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും തന്റെ സഹധർമ്മിണിയായ സാറായുടെ ഉദരം വന്ധ്യമായി കഴിഞ്ഞുവെന്നും വാർദ്ധക്യത്തിന്റെ അങ്ങറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞുവെന്നും അബ്രാഹവും സാറയും മനസ്സിലാക്കുമ്പോഴും അവർ ദൈവത്തിന്റെ വാഗ്ദാനത്തിന് എതിരായി ചിന്തിച്ചില്ല. അപ്പോൾ ദൈവം വിശ്വാസ വീരനായി തെരഞ്ഞെടുത്ത് വിശ്വാസത്തിന്റെ കൃപ അങ്ങോട്ട് കൊടുത്തപ്പോ വിശ്വാസത്തിന് എതിരായി ചിന്തിക്കാനുള്ള അന്തരീക്ഷം അവന് ചുറ്റിനും കട്ട പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ അബ്രാഹാം ഹാരാനിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടുള്ള യാത്ര, ഈജിപ്തിൽ ചെന്നു, ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. വളരെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് അബ്രാഹത്തിന്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ഉറപ്പുമില്ലാത്ത ഒരു ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമായിരുന്നു വാസ്തവത്തിൽ അബ്രാഹത്തിന്റെ ഓരോ നിമിഷങ്ങളും. ഹല്ലേലൂയ. പക്ഷേ അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു.
വിശ്വാസമില്ലാത്തവനെ പോലെ അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിന് എതിരായി ചിന്തിച്ചില്ല. അവൻ വലിയ കൃപയുടെ നിറകുടമായി കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ, അവിടെ മോശ പ്രവാചകനെ വചനം പരിചയപ്പെടുത്തുകയാണ്. മറ്റൊരു മഹാ തേജസ്വിയാണ് മോശ പ്രവാചകൻ. 45-ാം അധ്യായം 1-ാം തിരുലിഖിതം. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മോശയുടെ ജീവിതം ഭാഗ്യമുള്ള ജീവിതമാണ്. സത്യത്തിൽ ജീവിച്ച കാലത്ത് മോശയുടെ ജീവിതം എന്തായിരുന്നു? മോശയുടെ കൂടെ ഉണ്ടായിരുന്നവര്, അല്ലെങ്കിൽ മോശയുടെ മേൽ ദൈവം ഈ സ്വർഗത്തിന്റെ കൃപ അങ്ങോട്ട് കൊടുത്തപ്പോ, മോശ ഈ കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചുകൊണ്ടിരുന്നപ്പോ, അഭിഷേകത്തിന് മേൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരുന്നപ്പോൾ, സത്യത്തിൽ അനുദിന ജീവിതത്തിൽ മോശയുടെയും കൂടെ ഉണ്ടായിരുന്നവരുടെ സ്ഥിതി എന്തായിരുന്നു? ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, ഒരു നിശ്ചിത ഘട്ടം വന്നപ്പോൾ മോശയ്ക്ക് ജീവിതം മടുത്ത്. ഈ ചുറ്റുമുട്ടുള്ള ആളുകള്, ദൈവം മോശയെ ഏൽപ്പിച്ച ഈ ആളുകള് മോശയ്ക്കെതിരെ എന്നും നിർത്താതെ പിറുപിറുക്കുക, നിർത്താതെ മോശയ്ക്കെതിരെ മറുതലിക്കുക, നിർത്താതെ എതിർക്കുക. ഒരുപാട് പേര് മല്ലടിക്കുന്നു, ഒരുപാട് പേര് വിമത സ്വഭാവം കാണിക്കുന്നു. വലിയ ഗ്രൂപ്പിസങ്ങൾ, വലിയ ഭിന്നതകൾ, വലിയ തരത്തിലുള്ള ടെൻഷൻ ചുറ്റിനും അരങ്ങേറുകയാണ്. കൂടപ്പിറപ്പ് പോലെ, സ്വന്തം ഒരു നിഴൽ പോലെ കൂടെ നിർത്താൻ ദൈവം കൊടുത്ത അഹ്റോൻ പോലും മോശയ്ക്കെതിരെ, അഹ്റോനും മിറിയാമും മോശയ്ക്കെതിരെ സംസാരിക്കുകയും ഭിന്നതയുണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മോശയുടെ ജീവിതം കടന്നു പോവുകയാണ്. ഒരു നാൾ മോശ ജനത്തിന് നടുവിലൂടെ കടന്നു പോകുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുകയാണ്, സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 10-ാം വാക്യം, ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാര വാതിൽക്കൽ ഇരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിന്റെ കോപം ആളിക്കത്തി. മോശയ്ക്ക് നീരസം തോന്നി. ഓരോ ഇസ്രായേൽ കുടുംബങ്ങളും വീടിന്റെ പടിവാതിൽക്ക് ഇരുന്ന് മോശ കടന്നു പോകുമ്പോൾ വിലപിക്കുക, ദുർവാക്കുകൾ പറയുക, പിറുപിറുക്കുക, എതിർക്കുക, കുത്തുവാക്കുകൾ പറയുക. മോശയ്ക്ക് വിഷമമായി, വലിയ നീരസായി, സങ്കടായി, ദേഷ്യായി. മോശ എന്ത് ചെയ്തു? ദൈവ സന്നിധിയിലേക്ക് മോശ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദയവ് ചെയ്ത് ഒന്ന് കൊന്നു കളയാമോ? ദയവ് ചെയ്ത് എന്നെ കൊന്നു കളയുക. ഇതൊക്കെ കാണാൻ വേണ്ടി എന്തിനു ഞാൻ ജീവിച്ചിരിക്കുന്നു? അതുപോലെ മനസ്സ് മടുത്തൊരു വ്യക്തിയാണ് മോശ. സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം തിരുലിഖിതങ്ങൾ, ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല, എന്റെ കഴിവിന് അതീതമാണത്. ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണമേ. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ, ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കഠിനമായ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ആ ജനം കടന്നുപോയിക്കൊണ്ടത്. ജനത്തിന്റെ നടുവിൽ മോശ പ്രാർത്ഥിക്കുകയാണ്, എന്നെ കൊന്നുകളയുക. അത്രമാത്രം വേദനയുടെ നടുവിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് മോശ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം മോശയെ കൃപയിലേക്ക് ഉയർത്തുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ സ്വഭാവം എന്ത്? ചുറ്റുവട്ടത്തുള്ള അന്തരീക്ഷം എന്ത്? ചുറ്റുവട്ടത്ത് പ്രബലപ്പെട്ടത് എന്ത്? കടുത്ത അന്ധകാരം, കടുത്ത അന്ധകാരം. 250 നേതാക്കന്മാരിലാകട്ടെ, അഹ്റോനിലാകട്ടെ, അവിടെ ഉണ്ടായ ജനങ്ങളിലാകട്ടെ, പല തരത്തിലുള്ള അന്ധകാരം കട്ട പിടിക്കുന്നതാണ് നാം മോശയുടെ ചരിത്രത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. അതിന്റെ നടുവിലൂടെ നടന്ന് 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 മോശ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അടുത്തതായി നാം ചിന്തിക്കുന്നത് ഫിനഹാസ് എന്ന തേജസ്വിയെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ 29-ാം തിരുലിഖിതം, എലയാസറിന്റെ പുത്രനായ ഫിനഹാസ് മഹത്വത്തിൽ 3-ാം സ്ഥാനത്ത്. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം മുഴുവൻ വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിനഹാസിന്റെ പ്രത്യേകത, ദൈവം അചിന്തനീയമായ വിധം വിശുദ്ധിയും ദൈവഭക്തിയും ഫിനഹാസിലേക്ക് അങ്ങോട്ട് നിറച്ചു.
വിശുദ്ധി കൊണ്ട് ഫിനെഹാസ് അങ്ങോട്ട് നിറഞ്ഞപ്പോൾ, ദൈവഭക്തി കൊണ്ടുള്ള തീഷ്ണത കൊണ്ട് ഫിനെഹാസ് നിറഞ്ഞപ്പോൾ, ചുറ്റുമുട്ടുള്ള ജനങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? ജനം നേരെ റിവേഴ്സ് ഓർഡറിലേക്ക് പോയി. അതാണ് സംഖ്യയുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ നാം കാണുന്നത്. കുപ്രസിദ്ധമായ പെയോർ താഴ്വര. പെയോർ താഴ്വരയിൽ വെച്ച് ജനം കൂട്ടം കൂട്ടമായി ബാൽ ദേവനെ ആരാധിക്കാൻ വേണ്ടി പോയി. ജനം കൂട്ടം കൂട്ടമായി വ്യഭിചാരത്തിന് പോയി. ലൈംഗിക അരാജകത്വം ഉണ്ടായി. ലൈംഗിക വൈകൃതങ്ങളും അരാജകത്വങ്ങളും ദാമ്പത്യ അവിശ്വസ്തതകളും ജനം കുത്തഴിഞ്ഞ് ജീവിച്ച താഴ്വരയാണ് പെയോർ താഴ്വര. നോക്കുക, ഫിനെഹാസിനെ ദൈവം വിശുദ്ധിയിലും ദൈവഭക്തിയിലും ഉയർത്തിയപ്പോൾ ജനം കുത്തഴിഞ്ഞ നേരെ വിപരീതമായ വഴിക്ക് ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ജീവിതം താറുമാറായി പോകുന്നതാണ് നാം കാണുന്ന കാഴ്ച. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് കൃപ ഉയർത്തുമ്പോൾ അതിന് തക്കതായ ഒരു പ്രതികൂലത്തെ ആ പ്രദേശത്ത് സാത്താൻ ഉയർത്തും എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. പ്രീസൽ, ഒരു വ്യക്തിയിൽ ഒരു കൃപയെ ഉയർത്തുമ്പോൾ, ഒരു സമൂഹത്തിൽ ഒരു കൃപയെ ഉയർത്തുമ്പോൾ, അതൊരു കോൺവെന്റിലാകട്ടെ, ഒരു ഇടവകയിലാകട്ടെ, ഒരു രൂപതയിലാകട്ടെ, ഒരു രാജ്യത്താകട്ടെ, ഒരു ദേശത്താകട്ടെ, ഒരു ജനതയുടെ ഇടയിലാകട്ടെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൃപയുടെ ജീവിതത്തെ ദൈവം ഉയർത്തുമ്പോൾ അവിടെ അതിന് തക്കതായ വിധം കടുത്ത ഒരു അന്ധകാരത്തെ സാത്താൻ ഉയർത്തിക്കൊണ്ടുവരും. ദൈവം ആ ഒരു കാര്യത്തെ അനുവദിക്കുകയും ചെയ്യും. കാരണം ദൈവത്തിന്റെ കൃപ പ്രതികൂലത്തിലാണ് വേരുവാക്കി വളരേണ്ടത്. ഹല്ലേലൂയ. അതിനാണ് സ്വർഗത്തിൽ കിരീടമുള്ളത്. സ്വർഗത്തിൽ നമുക്ക് മെച്ചമായ ഒരു കിരീടം തരാൻ ദൈവം അന്ധകാരത്തിന്റെ പ്രതികൂലത്തെ തന്റെ പ്രിയന്മാരുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. അടുത്തതായി നാം ചിന്തിക്കുന്നത് കാലബും ജോഷുവായും. അത് നമ്മൾ കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം. നൂനിന്റെ പുത്രനായ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമ രക്ഷകനായി മാറി. കാലബിനെ കുറിച്ച് വചനം രേഖപ്പെടുത്തുന്നത് പ്രഭാഷകൻ 46:9. കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി കൊടുത്തു. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ഹല്ലേലൂയ. ജോഷുവായും കാലബും. ദൈവം കൃപ ചൊരിഞ്ഞ 2 ജീവിതങ്ങളാണ് ജോഷുവായും കാലബും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നയിച്ച ലക്ഷക്കണക്കിന് ദൈവമക്കളിൽ ഇവർ 2 പേർ മാത്രമേ കാനാൻ നാട്ടിൽ പ്രവേശിച്ചുള്ളൂ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 8-ാം തിരുലിഖിതം. 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. ദൈവം ഇവരുടെ മേൽ കൃപ ചൊരിഞ്ഞു. ദൈവം ഇവരെ തെരഞ്ഞെടുത്തു. ദൈവം ഇവരെ അഭിഷേകം ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ബൈബിളിൽ സംഖ്യയുടെ പുസ്തകത്തിൽ 13ഉം 14ഉം അധ്യായങ്ങളിൽ ഇവർ എങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ ഇവരുടെ മേൽ നിറഞ്ഞു. ഏതാനും വ്യക്തികളെ, നേതാക്കന്മാരെ മോശപ്രവാചകൻ കാനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന രംഗമുണ്ട്. കാനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി പോയിട്ട് നേതാക്കന്മാർ തിരിച്ചു വന്നു. വളരെ ഭീകരമായി തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമുള്ള വലിയ ഭയാനകമായ കാര്യങ്ങൾ ജനത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. ജനം മുഴുവൻ ഭയപ്പെട്ടു. നമുക്ക് ഈജിപ്തിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അവർ രാത്രി മുഴുവൻ ഉറക്കെ നിലവിളിച്ച് കരയുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ജോഷുവായും കാലബും എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ദൂതുകളെ ജനത്തെ അറിയിച്ചു. അവർ പറഞ്ഞു, ഇതാ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ആ ദേശം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു, അവർ നമുക്ക് ഇരകളാണ്, നാം അവിടെ ജയിക്കും. ഇങ്ങനെയുള്ള ദൈവത്തിന്റെ പ്രത്യാശ അവർ എഴുന്നേറ്റ് ജനത്തെ അറിയിച്ചു. അപ്പോൾ ആ ജനം മുഴുവനും ഇവരെ കഠിനമായി വെറുത്ത് കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന ഒരേ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ബൈബിളിൽ സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ 9ഉം 10ഉം തിരുലിഖിതങ്ങൾ. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്, ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്, അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല, കർത്താവ് നമ്മോട് കൂടെ, അവരെ ഭയപ്പെടരുത്. എന്നാൽ ജോഷുവയെയും കാലബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. ഇവർ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ട്. എന്നിട്ടും
ഇവര് ദൈവത്തോടുള്ള വിശ്വസ്തത വെടിഞ്ഞില്ല. ഇവർ ദൈവത്തിന്റെ കാര്യത്തിൽ മുറുകെ പിടിച്ചു നിന്നു. ദൈവത്തിന്റെ സ്വരത്തെ മുറുകെ പിടിച്ചു നിന്നു. ദൈവത്തിന്റെ ആത്മാവിനെ മുറുകെ പിടിച്ചു നിന്നു. ഇവർ രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും ഇവർക്കെതിര്. 6 ലക്ഷം വരുന്നവരിൽ 2 പേരൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾ ഒറ്റ സ്വരത്തിൽ ഇവർക്കെതിരെ നിൽക്കുന്നു. പക്ഷേ ആ പ്രതികൂലത്തിന് നടുവിൽ ഇവര് പതറാതെ ദൈവത്തെ മാത്രം നോക്കി ഒറ്റയ്ക്ക് പിടിച്ചു നിന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, ഒരുപക്ഷെ നിന്റെ ഇടവകയിൽ നീ ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ, നീ ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി നീക്കങ്ങൾ നടത്തുമ്പോൾ, നീ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ, ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, ഒരുപക്ഷെ നിന്റെ കൂടെ നിൽക്കാൻ ഒരാളും ഉണ്ടായിരുന്നിരിക്കുകയില്ല. ഒരുപക്ഷെ ആത്മാവിന്റെ സ്വരം കേട്ട് നീ മുന്നോട്ട് പോകുമ്പോൾ നിന്നെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ നിന്റെ കുടുംബത്തിൽ പോലും ഒരാൾ നിനക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ദൈവത്തിന്റെ വഴികളിലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലും ദൈവത്തിന്റെ നിയോഗത്തിലും മുറുകെ പിടിച്ചു നിൽക്കാൻ നീ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുമോ? കാലബും ജോഷുവായും അതിനൊരു മാതൃകയാണ്. ആരും കൂടെയില്ല. ഇവർ 2 പേരൊഴിച്ച് ബാക്കിയല്ല. അപ്പൊ ഇവരുടെ ബന്ധുക്കളും മിത്രങ്ങളും ആരുടെ കൂടെയായിരുന്നു? ബാക്കിയുള്ള നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവർ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും മറുപക്ഷത്ത്. എന്നിട്ടും അവരുടെ മനസ്സ് പതറിയില്ല, അവര് കുലുങ്ങിയില്ല. അവർ ഒറ്റ മനസ്സോടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവർക്ക് ഒരു അനുഗ്രഹമായി മാറി. ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്, മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലബനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ഹല്ലേലൂയ. നോക്കുക, ഒരു ജനത്തെ മുഴുവൻ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് തിരിക്കാൻ തക്കവണ്ണം അവൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വലിയ കൃപ ജോഷുവായിലും കാലബിലും നിറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇവര് 2 പേരൊഴിച്ച് ബാക്കി സർവരും ഇവരെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുള്ളവരായി മാറി. ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള തീരുമാനത്തിലെത്തത്തക്കവണ്ണമുള്ള അന്തരീക്ഷത്തിലേക്ക് സമൂഹം നീങ്ങി. ഇവർ കൃപ പ്രാപിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് കടുത്ത അന്ധകാരം കട്ടപിടിച്ച്. ഇനി മറ്റൊരു അത്യുന്നത ദൈവദാസനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് ദാവീദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ ദൈവകൃപയുടെ പ്രതീകമായി ജനത്തിനിടയിൽ ദാവീദ് എഴുന്നേറ്റ് നിന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 2-ാം വാക്യം, ദൈവം എങ്ങനെയാണ് ദാവീദിനെ കണ്ടത്? സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടു. സമാധാന ബലിയിൽ നിന്ന് ശ്രേഷ്ഠമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 13-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ദൈവവചനം ദാവീദിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ജസ്സയുടെ മുളയായ ദാവീദിൽ ദൈവം തന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടെത്തി. അവൻ എന്റെ ഹിതം നിറവേറ്റും ദൈവം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ, എന്റെ ഹിതം നിറവേറ്റും, ദൈവത്തിന് ഉറപ്പുള്ള മനുഷ്യൻ. അങ്ങനെ അത്യുന്നത സ്ഥാനം ദാവീദിന് ദൈവം കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുപോലെ ദൈവം അംഗീകരിച്ച വ്യക്തി വേറെ ആരാ ഉള്ളത്? അത്രമാത്രം ദൈവം കൂടെ നടന്ന വ്യക്തി. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 5-ാം തിരുലിഖിതം, അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുകരം ശക്തമാക്കി. അവൻ കോലാട്ടിൻ കുട്ടികളോട് എന്ന പോലെ കരടികളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ സിംഹങ്ങളുമായും അവൻ കളിയാടി. പ്രഭാഷകൻ 47:3 പഠിപ്പിക്കുകയാണ്. ദൈവം അവൻ അത്രമാത്രം ശക്തി കൊണ്ടും അനുഗ്രഹം കൊണ്ടും അങ്ങോട്ട് മുടിചൂടാ മനനാക്കി മാറ്റി. ഇതിനെക്കുറിച്ച് ദാവീദ് തന്നെ പറയുന്നത് എങ്ങനെയാണ്? സങ്കീർത്തനം 18:25 വചനം പഠിപ്പിക്കുകയാണ്, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ കാരുണ്യം എന്റെ പാത വിശാലമാക്കി, എന്റെ കാലുകൾ ഇടറാൻ അവിടുന്ന് സമ്മതിച്ചില്ല. ദൈവം നിരന്തരം കൂടെ നിന്ന് അനുഗ്രഹിച്ച് ഉയർത്തി കൊണ്ടുവന്ന ദാവീദ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം കൃപയ്ക്ക് മേൽ കൃപ ദാവീദിന് ചൊരിഞ്ഞു കൊടുത്തപ്പോൾ ദാവീദിന് ചുറ്റുവട്ടത്തും അരങ്ങേറിയ സംഗതി എന്ത്? അവന്റെ കുടുംബത്തിലുണ്ടായ വിഷയങ്ങൾ എന്ത്? അവനോട് ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങളെല്ലാം എങ്ങനെ മാറി മറിഞ്ഞു?
ദൈവത്തിന്റെ വചനം നമ്മൾ കാണുകയാണ്, ദാവീദിന്റെ കാലത്ത് ദാവീദിന്റെ മക്കളും ദാവീദിന്റെ കുടുംബവും ദാവീദിന് ഒരു സമാധാനവും കൊടുത്തില്ല. അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ വ്യക്തിബന്ധങ്ങളിൽ അവൻ ഒരുപാട് പ്രതികൂലത്തെ നേരിട്ടു. അവന്റെ കൂടെയുള്ളവര് അവനെ സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അവൻ അനുഭവപ്പെട്ടില്ല. കൂടെയുള്ള എല്ലാവരും അവനോട് വിരോധമായി, ശത്രുതയായി, വഞ്ചനയോടെ പെരുമാറി. അങ്ങനെ ആ വേദനയുടെ നടുവിൽ 102 സങ്കീർത്തനത്തിൽ 6 തിരുലിഖിതത്തിൽ ദാവീദ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ വിജനദേശത്തെ മൂങ്ങയെ പോലെയും പുരമുകളിൽ ഏകാഗിയായിരിക്കുന്ന പക്ഷിയെ പോലെയുമായിരിക്കുന്നു. നോക്കുക ലോകത്തിൽ ദൈവദാസന്റെ സ്ഥിതി. ഇപ്പോൾ ഞാൻ പുരമുകളിൽ ഏകാഗിയായിരിക്കുന്ന പക്ഷിയെ പോലെയും വിജനദേശത്തെ മൂങ്ങയെ പോലെയും ആയിരിക്കുന്നു. ഞാൻ വേഴാമ്പലിനെ പോലെ തന്നെ, മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ, വിജനദേശത്തെ മൂങ്ങയെ പോലെ, പുരമുകളിൽ ഏകാഗിയായിരിക്കുന്ന പക്ഷിയെ പോലെ വേദനിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ഈ ഭൂമിയിൽ ദാവീദ് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ കാലത്ത് ചുറ്റുവട്ടത്ത് അന്ധകാരം കട്ടപിടിച്ചു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് അവന്റെ കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് അവൻ പ്രതികൂലത്തെ നേരിട്ട്. അബ്സലോം അവൻ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ച്, അതുപോലെ മറ്റു കുടുംബാംഗങ്ങളും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഒരുപാട് വ്യക്തിപരമായി സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് വേദനിച്ച വ്യക്തിയാണ് ദാവീദ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവിന്റെ ആത്മാവ് ഈ ലോകത്തിൽ നമുക്ക് മുമ്പേ തെരഞ്ഞെടുത്ത ഒരുപാട് ദൈവദാസന്മാർ അവരുടെ ജീവിതത്തിൽ കൃപയിൽ അവർ ശക്തി പ്രാപിച്ചപ്പോൾ വലിയ പ്രതികൂലത്തിന് നടുവിലൂടെ കടന്നു പോകാൻ അവർക്ക് നിയോഗമുണ്ടായി. ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്ക് അനുസരിച്ച പ്രതികൂലത്തെ അവർ നേരിട്ടു. ആ പ്രതികൂലത്തിന് നടുവിലൂടെ അവർ നടന്ന് അവർ കത്തിജ്വലിച്ച് സ്വർഗത്തിലേക്ക് അഗ്നിഗോളമായി പ്രവേശിച്ച്. ഹല്ലേലൂയ. ഇന്നും അവർ തീക്കട്ടകളായി, അഗ്നിഗോളങ്ങളായി ഇന്നും പതിനായിരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് അവർ ഇന്നും നിലകൊള്ളുന്നു. ഹല്ലേലൂയ. ആത്മീയ ജീവിത പ്രതികൂലത്തിൽ തളർന്നു നിൽക്കരുത്, മന്ദിപ്പിൽ തളർന്നു നിൽക്കരുത്, പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു നിൽക്കരുത്. ആത്മീയതയ്ക്കുള്ളതാണ് തടസ്സങ്ങൾ, അവിടെയാണ് ആത്മീയത പൗരുഷം കാണിക്കുന്നത്, അവിടെയാണ് ആത്മീയത പൗരുഷം തെളിയുന്നത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സുകളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തണമേ. മന്ദത മാറിപ്പോകട്ടെ, മരവിപ്പ് മാറിപ്പോകട്ടെ, തീഷ്ണത ജ്വലിക്കട്ടെ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കാൻ അഭിഷേകം കത്തിപ്പടരട്ടെ. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജ്വലിച്ചതുപോൽ ജ്വലിക്കട്ടെ എന്റെയും ഉള്ളം. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജ്വലിച്ചതുപോൽ ജ്വലിക്കട്ടെ എന്റെയും ഉള്ളം. ദാനിയേലും തീഷ്ണതയാൽ എരിഞ്ഞതുപോൽ എരിയട്ടെ എന്റെയും ഉള്ളം. ദാനിയേലും തീഷ്ണതയാൽ എരിഞ്ഞതുപോൽ എരിയട്ടെ എന്റെയും ഉള്ളം. തീപ്പാട്ടുകൾ ആത്മാവിൽ വീഴണം. ദൈവമേ, നിൻ കൈകളിൽ ആത്മാവ് തീരണം. ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. നന്നായി കൈകളടിച്ച് കൂട്ടായ്മയോട് ചേർന്ന് ഒരു ഉണർവിന്റെ അഭിഷേകം ഈ ലോകത്തിലേക്ക് തുറക്കപ്പെടട്ടെ. സൗളെന്നു പൗലോസായി ജനിച്ചതുപോൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ ഞാൻ. സൗളെന്നു പൗലോസായി ജനിച്ചതുപോൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ ഞാൻ. പത്രോസെന്നു പാറയായി ഉറച്ചതുപോൽ ഉറക്കട്ടെ ഞാൻ കർത്താവിൽ. പത്രോസെന്നു പാറയായി ഉറച്ചതുപോൽ ഉറക്കട്ടെ ഞാൻ കർത്താവിൽ. ഈ പാട്ടുകൾ ആത്മാവിൽ തീയിടണം. എൻ ദൈവമേ, നിൻ കൈകളാൽ ആത്മാവിൽ തീയിടണം. ആത്മാവിൽ തീയിടണം, ആത്മാവിൽ
ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ശക്തിയുടെ അഭിഷേകം, ആത്മാവിൽ തീയിടണം, ഉന്നത അഭിഷേകം, ആത്മാവിൽ തീയിടണം, ശക്തി വ്യാപരിക്കുന്നു, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം. ഏകരക്ഷക ലോകരക്ഷക നീയെന്നും അഭയം, ഏകരക്ഷക ലോകരക്ഷക നീയെന്നും അഭയം, നീയെന്നും അഭയം, നീയെന്നും അഭയം, നീയെന്നും അഭയം. ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമൂഹത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മീയമായി തളർച്ച അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പുതുജീവന്റെ അഭിഷേകം നിറയട്ടെ. വാടി തളർന്നിരിക്കുന്ന അങ്ങയുടെ അവകാശത്തിന് മേൽ ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് മഴ പെയ്യിക്കണമേ കർത്താവേ. അങ്ങ് ധാരാളം മഴ പെയ്യിക്കണമേ. വാടി തളർന്നിരിക്കുന്ന അങ്ങയുടെ അവകാശം പൂർവ്വസ്ഥിതി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിന്റെ അഭിഷേകം കത്തി പടരട്ടെ. ഹല്ലേലൂയ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ. മുടന്നുള്ള പാദങ്ങൾ, സന്ധിബന്ധങ്ങൾ ഇപ്പോൾ പുതുശക്തി പ്രാപിച്ച് ഇപ്പോൾ ഇടറാതെ എഴുന്നേറ്റ് നിൽക്കാൻ തക്കവണ്ണം അതിശയ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, ഹൃദയത്തിലേക്ക് വരണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. ദാഹിച്ച് ദാഹിച്ച് ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ, അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏലിയ പ്രവാചകനെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായത്തിൽ 1-2 തിരുലിഖിതങ്ങൾ. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. വലിയ തീ അഭിഷേകമായി വന്ന ദൈവദാസനാണ് ഏലിയ. ദൈവം അദ്ദേഹത്തിന്റെ മേൽ അതിശയകരമായ തീ അങ്ങോട്ട് ഇറക്കി. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു തീജ്വാല പോലെ അഗ്നി അഭിഷേകത്തോടെ ഏലിയ ശുശ്രൂഷ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കണം. ഏലിയ ഒരു ഭാഗത്ത് തീ അഭിഷേകമായി ഉയർന്നു വരുമ്പോൾ ഇതാ അപ്പുറത്ത് വേറെ 2 പേര് ഉയർന്നു വരികയാണ്. അവരുടെ പേരാണ് ആഹാബ്, ജസബൽ. തിന്മയുടെ കൂടാരങ്ങളായി രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പാപത്തിലേക്ക് നയിക്കുന്ന ജസബൽ രാജ്ഞിയും ആഹാബ് രാജാവും വിഗ്രഹാരാധന കൊടുമ്പിരിക്കൊണ്ട് ഒരുപാട് തിന്മകൾ അരങ്ങേറിയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലം. ഇവിടെ ഏലിയ തീജ്വാല കൊണ്ട് ജ്വലിക്കുമ്പോൾ അവിടെ ആഹാബ്, ഏലിയായ കർത്താവ് ഒരു സ്ഥലത്ത് ഉയർത്തുമ്പോൾ അപ്പുറത്ത് അന്ധകാരം ഇതാ ആഹാബിനെയും ജസബലിനെയും ഇതാ താരങ്ങളായി അവതരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ വലിയ തരത്തിലുള്ള സംഘർഷം അരങ്ങേറുകയാണ്. ഏലിയ അതിശക്തമായി ശുശ്രൂഷ ചെയ്തു. ഏലിയ ഒഴികെ ഒരാളും ഇല്ലാത്ത വിധം അവൻ ആ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു. ഏലിയ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ പറഞ്ഞു ആര് കേട്ടു? ഇതാ എല്ലാവരെയും അവർ കൊന്നു കളഞ്ഞു. എന്റെ ജീവന് വേണ്ടി കൂടി അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഏലിയ ദൈവത്തോട് പറയുന്നൊരു ഭാഗം ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഏലിയാടെ സ്ഥിതി ചിന്തിച്ചു നോക്കൂ. അവൻ അഗ്നി അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്തു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. ഏലിയ ഭയപ്പെട്ട്
ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയായിലെ ബേർഷബായിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ, മതി മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നു ഉറങ്ങിപ്പോയി. അഗ്നി അഭിഷേക ശുശ്രൂഷയുടെ ഏലിയ അവൻ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, എന്റെ പ്രാണനെ തിരിച്ചെടുത്താലും, എന്റെ പ്രാണനെ തിരിച്ചെടുത്താലും പിതാവേ മതി, പിതാവേ മതി, എന്റെ പ്രാണനെ തിരിച്ചെടുത്താലും. കടുത്ത പ്രതികൂലത്തെ അവൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കപ്പളങ്ങ തിന്നുന്നത് പോലെയും മത്തങ്ങ മുറിക്കുന്നത് പോലെയും ഐസ്ക്രീം തോണ്ടി തിന്നുന്നത് പോലെയുള്ള എളുപ്പമുള്ള സംഗതിയാണെന്ന് ചിന്തിക്കരുത്. എവിടെ ദൈവം അത്യുന്നതമായ കൃപയെ ഇറക്കുന്നുവോ അവിടെ ഒരു പ്രതികൂലത്തിലൂടെ നടക്കാൻ ദൈവം അനുവദിക്കും. ഒരു പ്രതികൂലത്തിലൂടെ നടന്ന് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്ത് അതിനെ മാറ്റി തെളിയുന്നത് പോലെ നീയും ഞാനും ആത്മീയമായി വിളിക്കപ്പെടുമ്പോൾ അവിടെ ഒരു പ്രതികൂലത്തിന് നടുവിലൂടെ നടക്കാനുള്ള വിളിയും കൂടി ഉണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ഏലിയ അഗ്നി അഭിഷേകമുള്ളവനായിരുന്നു, പക്ഷേ ആ പ്രതികൂലത്തിന് നടുവിൽ അവൻ ദുർബലപ്പെടുകയാണ്. പക്ഷേ ക്ഷീണിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ശക്തി കൊടുക്കുന്നുണ്ട്. ഇതാ ഏലിയ ക്ഷീണിച്ചു, ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നു. അതാണ് 1 രാജാക്കന്മാർ 19:5 രേഖപ്പെടുത്തുന്നത്. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിന്റെ ഒരു ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ കൊണ്ടുവച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗദൂതന്മാരുടെ പരിചരണമുണ്ട്, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, അവിടെ ദൈവത്തിന്റെ സപ്പോർട്ടുണ്ട്. പക്ഷെ പ്രതികൂലത്തിലൂടെ നടന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഹല്ലേലൂയ. സ്വന്തം വീട്ടിൽ പ്രതികൂലം ഉണ്ടാവും, സ്വന്തം ഇടവകയിൽ പ്രതികൂലം ഉണ്ടാവും, സ്വന്തം നാട്ടിൽ പ്രതികൂലം ഉണ്ടാവും. പ്രതികൂലത്തിന് നടുവിലൂടെ നടന്ന് സ്വർഗ നാട്ടിലേക്ക് ഞാൻ നിങ്ങൾ കയറണം. ആത്മീയതയുടെ മാറ്റ് തെളിയിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അൽഫോൻസാമ പ്രതികൂലത്തിന് നടുവിലൂടെ നടന്ന് മാറ്റി തെളിയിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച്. ഹല്ലേലൂയ. അങ്ങനെ അനേകം പുണ്യപിതാക്കന്മാർ, അനേകം രക്തസാക്ഷികൾ, അനേകം പ്രവാചകന്മാർ, അനേകം പൂർവ്വപിതാക്കന്മാർ, അനേക സാക്ഷികൾ നമുക്ക് മുമ്പേ നമുക്ക് വേണ്ടി മാതൃകയായി കടന്നു പോയിട്ടുണ്ട്. നാം ദുർബലരാകരുത്. ഹല്ലേലൂയ. തുടർന്ന് നാം ചിന്തിക്കുന്നത് പുതിയ നിയമത്തിലെ ചില അത്ഭുത തേജോമയന്മാരെ കുറിച്ചാണ്. അതിൽ അദ്വിതീയനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ് അപ്പോസ്തലൻ. പത്രോസ് അപ്പോസ്തലന് മേൽ ദൈവം ഈ കൃപ അങ്ങോട്ട് കൊടുത്തു. അദ്ദേഹം ദൈവരാജ്യത്തിന്റെ ഒരു അഭിഷേകം പ്രാപിച്ച് അങ്ങനെ കർത്താവിന്റെ രാജ്യത്തിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് പന്തക്കുസ്താനുഭവം വഴി ഹൃദയത്തിൽ തീ പിടിച്ച് അവൻ രാജ്യത്തിന്റെ ദാസനായി മാറി. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനായി അഗ്നിഗോളമായി അവൻ രൂപാന്തരപ്പെട്ട് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. സാത്താൻ സാമ്രാജ്യങ്ങൾ തകർന്നടിയാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതാ അവിടെ ഒരു വലിയ ശത്രുത പത്രോസിനെതിരെ ഉയരുകയാണ്. ആ പത്രോസ് ജീവിതത്തിൽ ആർക്കെങ്കിലും എതിരായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഗുലുമാലുണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷേ പത്രോസിനെ കൊല്ലണം എന്നുള്ള ഒരേ വാശി ആ ദേശത്തുള്ളവർക്കുണ്ടാവുകയാണ്. ഹേറോദോസ് കൂട്ടരെ ഉണർന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ 12-ാം അധ്യായം 3-ാം തിരുലിഖിതം, യാക്കോബിനെ വാളിനിരയാക്കി ഇത് യഹൂദരെ സന്തോഷിപ്പിച്ചെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു. അങ്ങനെ പത്രോസിനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ പൂട്ടിയിരിക്കുകയാണ്. എന്താണ് ഇവന്റെ ഉദ്ദേശം? പത്രോസിനെ കൊന്നുകളയുക. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 6-ാം തിരുലിഖിതം, പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹേറോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹ വാതിൽക്കൽ കാവൽ നിൽപ്പുണ്ടായിരുന്നു. നോക്ക് പത്രോസിന്റെ സ്ഥിതി. അവനെ ഇന്ന് ചങ്ങലക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്.
അവനെ ഇന്ന് കയറും കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അവനെ ഇന്ന് തടവറയിൽ പൂട്ടി കാവൽ നിൽക്കുകയാണ്. അവൻ ഇന്ന് പട്ടാളം കാവൽ നിൽക്കുകയാണ്. നോക്ക്, ഒരു ഉഗ്ര ഭീകരവാദി എന്ന പോലെ, ഒരു ഉഗ്ര കൊലപാതകി എന്ന പോലെ അവനെ ആ രാജ്യം വെറുക്കുകയാണ്, ആ ജനത വെറുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് എത്രയോ നീതിമാനും എത്രയോ നീതിനിഷ്ഠനും എത്രയോ ദയാലുവും എത്രയോ നന്മ നിറഞ്ഞ പത്രോസിന്റെ മേൽ അഭിഷേകം ഉയർന്നപ്പോൾ ചുറ്റും എങ്ങനെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അടുത്തത് പൗലോസ് അപ്പോസ്തലൻ. എല്ലാവരും കണ്ണിലുണ്ണി, എല്ലാവരും കയ്യടി വാങ്ങിച്ച് നടക്കുന്ന ശ്രേഷ്ഠമാന്യൻ. അദ്ദേഹം ഒരു നാൾ യേശുവിനെ അറിഞ്ഞു. യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ആരാധിച്ച് അദ്ദേഹം യേശുവിന്റെ ശിഷ്യനായി, ദൈവരാജ്യത്തിന്റെ ശിഷ്യനായി. സ്വർഗം അദ്ദേഹത്തിന്റെ മേൽ കൃപ നിറച്ച്. അപ്പോൾ പൗലോസിന്റെ സ്ഥിതി എന്തായി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിനെ ഇങ്ങോട്ട് കിട്ടിയാൽ അരച്ച് കലക്കി അങ്ങോട്ട് കുടിക്കും. അതേപോലെ പൗലോസിനോട് ജനത്തിന് പ്രത്യേക തരത്തിലൊരു മെന്റാലിറ്റി ഉണ്ടായി, ഒരു വിരോധ മെന്റാലിറ്റി ഉണ്ടായി എന്നുള്ളതല്ലേ സത്യം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 23-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുലിഖിതം, അവർ പൗലോസിനെ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. നോക്ക്, ജനങ്ങള് അവനെ കുറിച്ചുള്ള രോഷം കൊണ്ട് ജ്വലിച്ചിട്ട് അവനെ പിടിച്ച് വലിച്ചു കീറും ഈ വിധത്തിലായി തീർന്നു. അതുകൊണ്ട് സഹസ്രാധിപൻ തന്നെ ഭയപ്പെട്ടു. അവൻ മരുഭൂമി പോയിരുന്ന് പഠിച്ച് അവൻ സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുകൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് ഡമാസ്കസിലേക്ക് തിരിച്ചു വന്ന് അവൻ ജെറുസലേമിലെത്തി ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് യേശുവാണ് ഏകരക്ഷകൻ, യേശു ദൈവപുത്രനാണ്, യേശു സ്വർഗത്തിന്റെ ആളാണ് എന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ പൗലോസിന് കിട്ടിയ സ്വീകരണം എന്ത്? അപ്പോസ്തല പ്രവർത്തനത്തിൽ 9-ാം അധ്യായത്തിൽ 24-ഉം 25-ഉം തിരുലിഖിതങ്ങളിൽ നമുക്കിത് കാണാം. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കൊട്ടയിൽ ഇരുത്തി മതിലിന് മുകളിലൂടെ താഴേക്കിറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിന് നേരെ പോന്ന് തല നിവർത്തി നടക്കാൻ നിവർത്തിണ്ടായോ? ഗേറ്റിലൂടെയോ വാതിലൂടെ പുറത്തേക്കോ അകത്തേക്കോ വരാനോ പോകാനോ ഒരവസ്ഥയുണ്ടായിരുന്നോ? രാത്രി പകല് വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും സാവൂളിനെ വധിക്കാൻ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം ആളുകൾ പാർത്ത് നിന്നു. അതുകൊണ്ട് ശിഷ്യന്മാർ ഇവനെ കൊട്ടയ്ക്കകത്ത് ഇരുത്തിയിട്ട് ഇതാ മതിലിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ പ്ലാവിൽ നിന്ന് ചക്ക കെട്ടി ഇറക്കണത് പോലെ ഇങ്ങനെ ഇറക്കി അവനെ വിട്ടയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക ഒരു ജീവിതത്തിന്റെ സ്ഥിതി. ഇതെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഇതെന്തെങ്കിലും അക്രമം അഴിച്ചുവിട്ടിട്ടാണോ? ഇതെന്തെങ്കിലും കൊള്ളയോ കൊള്ളിവെപ്പോ നടത്തിയിട്ടാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിൽ എന്താ ഉണ്ടായ മാറ്റം? അവൻ ലോക മനുഷ്യനായിരുന്നു. ലോകത്തിന്റെ മനുഷ്യൻ ദൈവരാജ്യത്തിന്റെ ശിഷ്യനായി സ്വർഗരാജ്യത്തിന്റെ കൃപ അദ്ദേഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. സ്വർഗരാജ്യത്തിന്റെ കൃപ അദ്ദേഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഈ ലോകത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റുവാങ്ങിയ മനോഭാവങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിൽ ദൈവം കൃപയുടെ അഭിഷേക ശക്തിയെ നട്ടുപിടിപ്പിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് അതിന് തക്കതായ ഒരു അന്ധകാരം കട്ടപിടിച്ച് സാത്താൻ അതിന് തക്കതായ ഒരു പ്രതികൂലത്തെ ഉയർത്തി. ഇതല്ലേ ഇതിന്റെ യാഥാർത്ഥ്യം? ദൈവം സാധാരണ അതെല്ലാം അനുവദിക്കും. കാരണം ദൈവരാജ്യത്തിന്റെ ഈ അഭിഷേകം ഈ ലോകത്തിൽ ഈ പ്രതികൂലത്തിന് നടുവിലൂടെ നടന്ന് കരുത്ത് തെളിയിച്ച് സ്വർഗത്തിലേക്ക് കയറണം. ഇതാണ് സ്വർഗസ്നായ പിതാവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ വിശുദ്ധന്മാരുടെ ജീവചരിത്രം പഠിച്ചു നോക്കുക. ഒന്നും വേണ്ട, പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സന്തോഷ രഹസ്യങ്ങൾ. സത്യത്തിൽ അവിടെ എന്താ സന്തോഷം? ഈശോയെ ഗർഭം ധരിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്ക് എന്ത് സന്തോഷം പറ? സന്തോഷ രഹസ്യങ്ങൾ. അവിടുന്ന് ആ ദൂതനൊക്കെ ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എല്ലാരും അങ്ങോട്ട് പോയി.
ഈ ഒറ്റയ്ക്ക് ഭൂമിയിൽ കടന്ന് വിശ്വസ്തത തെളിയിക്കുക. ഈജിപ്തിലേക്ക് പ്രസവിച്ച അന്ന് രാത്രിക്ക് രാത്രി ഈജിപ്തിലേക്ക് പുറപ്പെട്ടു പോകാൻ നിസാര സംഗതിയാണ്. പൂർണ്ണ ഗർഭിണിയായ അമ്മ അവിടെ നിന്ന് ഇതുവരെ നടന്ന് ദൂതൻ ചിറകുകളിൽ താങ്ങിയോ? അല്ലെങ്കിൽ ഫിലിപ്പോസിനെ വഹിച്ചുകൊണ്ട് പോയതുപോലെ നസ്രത്തിൽ നിന്ന് ഈജിപ്തിലേക്ക് വഹിച്ചുകൊണ്ട് പോയോ? ഒന്നുമില്ല. ഈ പച്ചയായ മണ്ണിൽ കൂടെ നടന്നും ദാഹിച്ചും വിശന്നും ക്ലേശിച്ചും ഉറക്കൊഴിച്ചും ഇങ്ങനെ സാധാരണ ഒരു മനുഷ്യനെ പോലെ കഷ്ടപ്പെട്ട്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അവിടെ എന്ത് സന്തോഷം ഇരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലേശഭൂയിഷ്ടമായിരുന്നു, പക്ഷേ പരിശുദ്ധ അമ്മ അത് സന്തോഷമാക്കി മാറ്റി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ അത് കണ്ണുനീരിന്റെ വഴികളായിരുന്നു, പരിശുദ്ധ അമ്മ അത് സന്തോഷത്തിന്റെ രഹസ്യങ്ങളാക്കി മാറ്റി. ഹല്ലേലൂയ. സുപുത്രനായ ഈശോ കുരിശ് കടന്ന് പടഞ്ഞു പടഞ്ഞ് മരിക്കുക. ആ ഈശോയുടെ മാറിൽ കുന്തം കൊണ്ട് കുത്തുന്നത് കണ്ടോണ്ട് നിൽക്കുക സാധിക്കോ? അപ്പോഴും അക്ഷോഭിയായി കണ്ടുനിന്ന് പ്രാർത്ഥനയാക്കി മാറ്റി, സന്തോഷ രഹസ്യങ്ങളാക്കി മാറ്റി. അതിനുശേഷം സുപുത്രനെ മടിയിൽ വഹിച്ചുകൊണ്ടിരിക്കുക, സന്തോഷ രഹസ്യമാക്കി മാറ്റി. ജീവിതം ദൈവത്തിന്റെ ഒരു സന്തോഷ രഹസ്യമാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഏതാനും സെന്റൻസുകളായി ചുരുക്കി ബൈബിളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 52 മുതൽ 62 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ്. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന് അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനഹാസ് തീഷ്ണതയാൽ നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന് ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നിയമത്തെ കുറിച്ച് തീഷ്ണതയുള്ളവനാകയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അനനിയായും അസറിയായും മിഷായേലും വിശ്വാസ നിമിത്തം അഗ്നിയിൽ ദൈവ സാന്നിധ്യം കണ്ടു. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹ വസ്ത്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ചുറ്റും ചില ആളുകൾ ചില തരത്തിലുള്ള പാഴ്വാക്കുകൾ, ലോകത്തിന്റെ വാക്കുകൾ, പൊള്ള വാക്കുകൾ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നുണ്ടാകാം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. 1 മക്കബായർ 2-ാം അധ്യായം 62-ാം തിരുലിഖിതം. പാപിയുടെ വാക്കുകളെ നിങ്ങൾ ഭയപ്പെടേണ്ട, അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവീൻ. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്. എഴുന്നേറ്റ് നിൽക്കാം. ഈ ഒരു അഭിഷേകം നമ്മൾ കത്തിജ്വലിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ അഭിഷേകം, ഒരു ആത്മീയ കൃപകൾ അത് നടന്ന് ഉറയ്ക്കണം, ജീവിച്ച് ഉറയ്ക്കണം. പൗരുഷം തെളിയണം, മാറ്റി തെളിയിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പൗലോസായി ജനിച്ചതുപോൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ ഞാൻ. സൗളെന്നു പൗലോസായി ജനിച്ചതുപോൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ ഞാൻ. പത്രോസെന്നു പാറയായി ഉറച്ചതുപോൽ ഉറയ്ക്കട്ടെ ഞാൻ കർത്താവിൽ. പത്രോസെന്നു പാറയായി ഉറച്ചതുപോൽ ഉറയ്ക്കട്ടെ ഞാൻ കർത്താവിൽ. പാട്ടുകൾ ആത്മാവിൽ നീയിടണം. ദൈവമേ നിൻ കൈകള ആത്മാവിൽ തീയിടണം. ആത്മാവിൽ തീയിടണം. ആത്മാവിൽ തീയിടണം. ആത്മാവിൽ തീയിടണം. ആത്മാവിൽ തീയിടണം. ഏകരക്ഷക ലോകരക്ഷക നീയെന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീയെന്നും
ജ്വലിച്ചതുപോൽ ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ എന്റെയും ഉള്ളം. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജ്വലിച്ചതുപോൽ ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ എന്റെയും ഉള്ളം. ദാനിയേലും തീഷ്ണതയാൽ എരിഞ്ഞതുപോൽ എരിയട്ടെ എരിയട്ടെ എന്റെയും ഉള്ളം. ദാനിയേലും തീഷ്ണതയാൽ എരിഞ്ഞതുപോൽ എരിയട്ടെ എരിയട്ടെ എന്റെയും ഉള്ളം. ഈ പാട്ടുകൾ ആത്മാവിൽ നീയിടണം. എൻ ദൈവമേ നിൻ കൈകളാ ആത്മാവിൽ നീയിടണം. ആത്മാവിൽ നീയിടണം. ആത്മാവിൽ നീയിടണം. ആത്മാവിൽ നീയിടണം. ആത്മാവിൽ നീയിടണം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. നീ എന്നും അഭയം. നീ എന്നും അഭയം. കരങ്ങൾ ഉയർത്തി ഉറക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഗ്നി അഭിഷേകം കത്തി പടരുന്നു. എല്ലാ ക്ഷീണവും മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ. എതിർചിന്തകൾ യേശുനാമത്തിൽ കത്തി ചാമ്പലാകട്ടെ. വിശ്വാസ കൃപകൾ ഉണരട്ടെ. ആത്മീയ തേജസ് ഉയരട്ടെ. മടുപ്പ് മാറിപ്പോകട്ടെ. തീഷ്ണതയോട് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശയ്യ 43-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ. വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് എന്ന് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കുന്നു. ദൂരത്ത് നിന്റെ പുത്രിമാരെയും ഭൂമിയുടെ അതിർത്തികൾ നിന്റെ പുത്രന്മാരെയും എന്റെ അരികിൽ കൊണ്ടുവരുവിൻ. എന്റെ നാമം വഹിക്കുന്നവരും എന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരുമായ എല്ലാവരെയും എന്റെ അരികിൽ കൊണ്ടുവരുവിൻ. പ്രൈസ് ദി ലോർഡ്. സ്വരൂപനാം യേശുവേ എൻ ജീവദായകനേ. സ്നേഹസ്വരൂപനാം യേശുവേ എൻ ജീവദായകനേ. അൾത്താര മുൻപിൽ കൈകൾ കൂപ്പി ആരാധനാഗീതം പാടാം. അൾത്താര മുൻപിൽ കൈകൾ കൂപ്പി ആരാധനാഗീതം പാടാം. യേശുവേ നിന്നോടു ചേരാം. പാടാം സ്തുതി പാടാം തിരുനാഥന സ്തുതി പാടാം. ഏകാം സ്വയമേകാമീ ബലിവേദിയിൽ പാടാം സ്തുതി പാടാം തിരുനാഥന സ്തുതി പാടാം. ഏകാം
സ്നേഹമേകാമീ ബലിവേദിയിൽ. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 19-ാം തിരുലിഖിതം. പൊടിയിൽ നിന്ന് രൂപം കൊണ്ട് മൺപുരകളിൽ വസിച്ച് ചെതല് പോലെ ചതച്ചരയ്ക്കപ്പെടുന്നവരിൽ എന്ത് വിവേകമാണുള്ളത്. ജോബിന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം തിരുലിഖിതം. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റ മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? ജോബിന്റെ പുസ്തകം 13:28. ചീഞ്ഞളിഞ്ഞ പദാർത്ഥം പോലെയും ചിതലരിച്ച വസ്ത്രം പോലെയും അഹോ മനുഷ്യൻ ഈ ഭൂമിയിൽ നശിച്ചു പോകുന്നല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചെറിയ ചെറിയ പ്രതികൂലം, ചെറിയ ചെറിയ ബുദ്ധിമുട്ട്, ചെറിയ ചെറിയ എതിർപ്പ് അത് കണ്ട് ആത്മീയതയിൽ നിന്ന് പിന്തിരിയുന്നെങ്കിൽ എന്തോ ഒരു വലിയ തകർച്ചയാണത്. ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ കയ്യടിയാണോ പ്രധാനപ്പെട്ടത്? ഈ ഭൂമിയിലെ പ്രതാപ ജീവിതമാണോ പ്രധാനപ്പെട്ടത്? ഈ ഭൂമിയിലെ സമ്പത്താണോ പ്രധാനപ്പെട്ടത്? ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 13-ാം തിരുലിഖിതം. ഞാൻ അടുത്തായിരുന്നപ്പോൾ എന്ന പോലെ തന്നെ അകലെയായിരിക്കുന്ന ഈ സമയത്തും നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്ന ലോകത്തെ കൈവിട്ട് പോയിടണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ട് പോയിടണം. കർത്താവേ, എന്റെ രക്ഷിതാവേ, തിരിച്ചറിവ് നൽകണമേ. സുന്ദരമാം നിന്റെ ദേഹമീ മണ്ണിൽ വീണഴിയും, പിന്നെ പോയി മറയും. സുന്ദരമാം നിന്റെ ദേഹമീ മണ്ണിൽ വീണഴിയും, പിന്നെ പോയി മറയും. കാലം കഴിയുമ്പോൾ നിന്നാമം പോലും മാഞ്ഞു പോകും, പിന്നെ പോയി മറയും. അപ്പാ, കാലം കഴിയുമ്പോൾ നിന്നാമം പോലും മാഞ്ഞു പോകും, പിന്നെ പോയി മറയും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവവും മായയായി മാഞ്ഞു പോകും. ലോകത്തു നീ പണുത മാളികകൾ ഭൂമി വിറയ്ക്കുമ്പോൾ വീണുടയും. ലോകത്തു നീ പണുത മാളികകൾ ഭൂമി വിറയ്ക്കുമ്പോൾ വീണുടയും. എന്തുണ്ട് ലോകത്തിൽ ആശ നൽകാൻ, സർവവും മായയായി മാഞ്ഞു പോകും. എന്തുണ്ട് ലോകത്തിൽ
ആശ നൽകാൻ ദൈവമേ. സർവവും മായയായി മാഞ്ഞു പോകും. കർത്താവേ, പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം ചിലപ്പോഴെല്ലാം പരിഹസിക്കപ്പെടുന്നു, ദുഷിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു. കർത്താവേ, പിന്മാറ്റത്തിലേക്ക് പോകാതെ സംരക്ഷിക്കണമേ. ദൈവഭക്തൻ തന്റെ ക്ലേശവും സഹനവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും. ദൈവഭക്തൻ തന്റെ ക്ലേശവും സഹനവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും. ലോകത്തിൽ പോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മാന്യനായി തീർന്നിടുമേ. ലോകത്തിൽ പോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മാന്യനായി തീർന്നിടുമേ. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ കർത്താവേ, ലോകത്തെ കൈവിട്ട് പോയിടണം. ലോകത്തെ കൈവിട്ട് പോയിടണം. ലോകത്തെ കൈവിട്ട് പോയിടണം. ഇരു കരങ്ങളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുകയാണ്. യേശയ്യാ പ്രവചനത്തിൽ 29 അധ്യായത്തിൽ 24 തിരുലിഖിതം, തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. മനസ്സ് തുറന്ന് യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും യേശുവിന്റെ തിരുശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുത ശക്തിയാൽ പുതുജീവൻ പ്രാപിക്കട്ടെ, പുതിയ ഉണർവ് പ്രാപിക്കട്ടെ, പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ. അന്ധകാരത്തിന്റെ കോട്ടകൾ തകരട്ടെ. എല്ലാ തിന്മയുടെ ദുർപീഠകൾ വിട്ടുപോകട്ടെ. എല്ലാ പിന്മാറ്റത്തിന്റെ അരിവുകൾ യേശുവിന്റെ നാമത്തിൽ ചിഹ്നഭിന്നമാകട്ടെ. കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു ദൈവമേ. ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ദിവ്യ സ്നേഹമേ.